സൈഫുദ്ദീൻ, തീർച്ചയായും ഇന്നലെ പുലർച്ചെയാണ് ഈ ചക്കരപ്പറമ്പിൽ ഈ ബസ് കോയമ്പത്തൂരിൽ നിന്ന് വർക്കലേക്ക് പോവുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ബസ് ഡിവൈഡറിലിടിച്ച് മറിഞ്ഞത്. ഇതിൽ കാര്യമായ ഗുരുതരമായ പരിക്കുകൾ ആർക്കുമില്ല. ഡ്രൈവർക്കും 2 വിദ്യാർത്ഥികൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കുട്ടികളെ സുരക്ഷിതരാക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ തൃശ്ശൂരിൽ നിന്നുള്ളതാണ്. അതായത് ഈ തിരൂർ സതീശിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കൊടകര കള്ളപ്പണ കേസിൽ തിരൂർ സതീശിൻ്റെ മൊഴി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഡിവൈഎസ്പി VK രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇന്ന് രാവിലെ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിച്ചേരാൻ തിരൂർ സതീശിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഈ മൊഴിയെടുക്കുന്നത് വലിയ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാകും. ഈ മധ്യമേഖലയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സൗബിൻ ഷാഹറുമായി ബന്ധപ്പെട്ടതാണ്. സൗബിൻ ഷാഹറിൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ സൗബിൻ ഷാഹറിൻ്റെ വീട്ടിലും ഓഫീസിലുമൊക്കെ അടക്കം പരിശോധനകൾ നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു IT വിഭാഗം. അപ്പോൾ ഈ 242 കോടി രൂപയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ ലഭിച്ചത്. പക്ഷേ ഇതിന് ആനുപാതികമായ കരമടച്ചില്ല, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ IT വിഭാഗം കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സൗബിൻ ഷാഹറിന് നോട്ടീസ് നൽകും, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാക്കോ കേബിൾ ജീവനക്കാരനായ P ഉണ്ണിയുടെ ആത്മഹത്യ അത് തന്നെ ഇന്ന് വലിയ വാർത്തയാകും. ഇവിടെ നിന്നും എന്തായാലും നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, കഴിഞ്ഞ 11 മാസമായി ശമ്പളം കിട്ടുന്നില്ലായിരുന്നു. അവന് മകള് UK പോയിട്ട് അയക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവുണ്ട്. അതിലൊക്കെ അത് സംഖ്യകളൊക്കെ തന്നെ ബാങ്കിൽ നിന്ന് ധനകാര്യ സഭയിൽ നിന്ന് വായ്പ എടുത്താണ്. അപ്പോൾ അവൻ്റെ ജോലി ഒരു വർഷത്തോളമായിട്ട് ജോലിയില്ല, ഒരു 10 പൈസ വരുമാനമില്ലാത്ത സ്ഥിതിയായി പോയി. അതുകൊണ്ട് തന്നെ അവനെ വളരെ ഡെസ്പ് ചെയ്യുന്ന ആൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ മാസമാണ് മകളുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞ് കമ്പനീൻ്റെ ഇതിലൊക്കെ തീരുമാനമായിട്ടുണ്ട്, അതാണ് മോശമില്ലാത്തൊരു തീരുമാനത്തിലെത്തുന്നതാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കല്യാണമൊക്കെ നന്നായി ഭംഗിയായിട്ട് നടത്തണമെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് മറ്റെന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് ഞാൻ കേൾക്കുന്നത് അവരുദ്ദേശിച്ച പാക്കേജ് നടപ്പിലാവില്ല എന്നും അതുകൊണ്ടുള്ള സാമ്പത്തിക വിഷമം ആലോചിച്ചിട്ടുള്ള ഒരു കടുങ്കൈ ആയിരിക്കും അവനെ ഇതിന് പ്രേരിപ്പിച്ചതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണി വലിയ നിരാശയിലായിരുന്നു, അല്ലാതെ എപ്പോഴെങ്കിലും വിഷമമൊക്കെ പറഞ്ഞിട്ടുണ്ട്? കാരണം വളരെ വിഷമത്തിൽ, കാരണം ഒരു വർഷത്തോളമായിട്ട് അവന് 10 പൈസ വരുമാനമില്ല. കാരണം മകളയച്ചു, അതിന് നല്ലൊരു സാമ്പത്തിക ബാധ്യത അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ വളരെ ബുദ്ധിമുട്ടിൽ, വളരെ അവന് ഒരു ഡെസ്പെക്ട് ഇതിലായിരുന്നു, അവന് ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നേരത്തെ പൈസ കിട്ടാത്ത ആരെങ്കിലും പരാതി പറയുകയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്യോഗസ്ഥരായി ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു? അവരങ്ങനെ നടന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. കാരണം കൂടുതലും നമ്മൾ അത്ര ആ കാര്യത്തിൽ അത്ര അധികാരിയായിട്ട് അത്ര പറയാൻ കഴിയില്ല. പക്ഷേ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ തീരുമാനമായെന്നും എന്തോ ഒരു മോശമില്ലാത്ത പാക്കേജൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നോ. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ തന്നെ ശരിയാവുമെന്നും അതുകൊണ്ട് നമുക്ക് കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്നൊക്കെ ഒരു സന്തോഷം അവനുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് മകളുടെ കല്യാണം നിശ്ചയം കഴിഞ്ഞത്. അതിന് പെട്ടെന്ന് ഈ അവൻ്റെ ആഗ്രഹത്തിന് തിരിച്ചടി നേരിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവരെ നിരാശപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം സഹകരണ ആശുപത്രിയിൽ ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനെ കൊണ്ട ശേഷമായിരിക്കുമല്ലോ ബന്ധുക്കൾക്ക്? അതെ, അപ്പോൾ മകൾ ഇന്ന് രാത്രി എത്തും UK നിന്നും. അപ്പോൾ നാളെ രാവിലെ സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും സൈഫുദ്ദീൻ, അത് തന്നെയാണ് വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതായത് ഈ 11 മാസമായി, കഴിഞ്ഞ 1 വർഷമായി അദ്ദേഹത്തിന് വരുമാനം പോലുമില്ല. ഈ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ ജീവനക്കാരനായിരുന്നു P ഉണ്ണി. അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ 11 മാസമായി അദ്ദേഹത്തിന് വരുമാനമില്ലായിരുന്നു, ശമ്പളം ലഭിക്കുന്നില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്യോഗസ്ഥതലത്തിലടക്കം പരാതിയടക്കം നൽകിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ മകളെ വിദേശത്തേക്ക് അയച്ചതിൻ്റെ സാമ്പത്തിക ബാധ്യതകളടക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിൻ്റെ കൂടി ഒരു മനോവിഷമത്തിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. നിലവിൽ തൃക്കാക്കര സഹകരണ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകും. അതിനുശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. നാളെ രാവിലെ ആയിരിക്കും, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നാളെ രാവിലെ ആയിരിക്കും ഈ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം അടക്കം നടക്കുക. ഏതായാലും ഈ പോലീസ് അല്പസമയത്തിനകം ഈ വീട്ടിലെ ഇൻക്വസ്റ്റ് നടപടികളടക്കം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സൈഫുദ്ദീൻ.